ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ മയണൈസ് സാൻഡ്വിച്ച് ആണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോസ്റ്റഡ് സാൻഡ്വിച്ച് ആണിത്. മാത്രമല്ല ഇതിനായിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 4 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ഇങ്ങനെ മാറ്റണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാൻഡ്വിച്ചിന് കുറച്ചൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. കട്ട്ലറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ച് ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ വരെ ഇത് കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതിൻ്റെ കൂടെ വെജിറ്റബിൾസ് വേണം. ഇവിടെ ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ആണ്. ഞാനിവിടെ 2 കളർ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. യെല്ലോയും എടുക്കുന്നുണ്ട്, ഗ്രീനും എടുക്കുന്നുണ്ട്. രണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ വീതം വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുക്കുന്നത്. പച്ചക്കറികളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ക്യാബേജ് ഒരു 2 ടേബിൾ സ്പൂൺ ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിനായിട്ട് പച്ചമുളക് വേണം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ്. അധികം പാകമാവുന്നതിന് മുന്നേ എടുത്തതുകൊണ്ട് വലിയ എരിവില്ല. അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളതിന് അത്യാവശ്യം എരിവുണ്ടെന്നാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതിയാകും. പിന്നെ സാൻഡ്വിച്ചിന് അങ്ങനെ ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് കൂടിപ്പോവും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സവാള കൂടി വേണം. അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇത്രയാണ് സാൻഡ്വിച്ചിന് വേണ്ട വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളിയൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചക്കറികളെല്ലാം ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മയണൈസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മയണൈസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പിന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ചൊന്ന് മുന്നിൽ നിൽക്കുന്ന രീതിയിലുള്ള മയണൈസ് ആണെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. എന്ന് കരുതി ഒരുപാട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആയാലും സാൻഡ്വിച്ചിൻ്റെ ഒരു യഥാർത്ഥ രുചി കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ പാകത്തിന് ഉപ്പ് വേണം. അത് മയണൈസിൻ്റെ ഉപ്പ് കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇത്രയാണ് സാൻഡ്വിച്ചിൻ്റെ കൂട്ട് റെഡിയാക്കാനായിട്ട് വേണ്ടത്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട. എന്നാലും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഈ കൂട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈക്വലായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് കരുതി ഒരുപാട് ഫില്ലിങ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് മറിച്ചിടാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പാകത്തിന് ഫില്ലിങ് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനായാലും രുചിയാണ്. പക്ഷേ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക രുചി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ 2 സാൻഡ്വിച്ചും ഇതുപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മുടെ സാൻഡ്വിച്ച് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ 2 സൈഡ്സും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ മുരിച്ചെടുക്കണം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിടാം. പിന്നെ ഇടയ്ക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡ്സും നടുക്കുള്ള ആ ഫില്ലിങ്ങും തമ്മിലൊന്ന് നന്നായിട്ട് യോജിക്കും. ഇപ്പോൾ ഇതേ സാൻഡ്വിച്ചിൻ്റെ 2ാമത്തെ സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ 2ാമത്തെ സാൻഡ്വിച്ചും റെഡിയാക്കി എടുക്കുക.
അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള പരിപാടികൾ എന്ന് പറയുന്നത്. 2 സാൻഡ്വിച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ റെഡിയായി വന്നിട്ടുണ്ട്. മാത്രമല്ല കഴിക്കാനും നല്ല ക്രിസ്പിയാണ്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക.